കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വീണ്ടും മഹിമപ്പെടുമാറാകട്ടെ. May the holy name of our God be glorified even tonight. ഇന്ന് രാത്രിയിൽ ചില മിനിറ്റുകൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. We are going to enter into the word of God for a few minutes. നമ്മൾ എസ്രായുടെ പുസ്തകമാണല്ലോ സ്ഥിരമായി പഠിച്ചുകൊണ്ടുവരുന്നത്. We've been learning from the book of Ezra. അതിനകത്ത് നിന്ന് ഒരു ചെറിയ ചിന്തയും കൂടെ ഞാൻ പറഞ്ഞ് ആറാമത്തെ അധ്യായം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. I would like to share a small thought with you today and finish off the book. എസ്രായുടെ പുസ്തകത്തിൻ്റെ 10ാമത്തെ ഭാഗമാണ്. 10 പാർട്ടുകളായിട്ട് ഞാൻ 10 സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടുണ്ട്. I have broken the book of Ezra into 10 parts. എസ്രായുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 3 പദങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. We learned the book of Ezra through 3 portions. ഒന്ന് പറയാമോ? റിട്ടേണിംഗ്, റീബിൽഡിംഗ് ആൻഡ് റീസ്റ്റോറേഷൻ. And those 3 parts, or these 3 words, are returning, rebuilding, restoration. ചില ആഴ്ചകൾ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു കണക്ഷന് 2 മിനിറ്റുകൾ എടുത്ത് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. And just because we had a gap of a few weeks, I'd like to connect to whatever we were learning in the past. പ്രാവശ്യമായിട്ട് തൻ്റെ ജനം പ്രവാസത്തിലേക്ക് കടന്നുപോയി. The people of Israel went into captivity 3 times. 3 ലീഡർഷിപ്പിന്റെ 3 നേതൃത്വത്തിൽ അവർ മടങ്ങി വരികയാണ്. And they came back to Israel under 3 different leaderships. അതിൽ 2 യാത്രകളാണ് എസ്രായുടെ പുസ്തകത്തിൽ നാം പഠിക്കുന്നത്. And we learn about the two of those captivity journeys. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഏകദേശം 80,000 പേര് ആദ്യം മടങ്ങി വരുന്നു. First, under the leadership of Zerubbabel, almost 80,000 people returned to Israel. അവർ വന്നതിന്റെ പർപ്പസ് ഈ പൊളിഞ്ഞു കിടന്ന നശിച്ചു പോയ ആലയം പണിയുക എന്നുള്ളതായിരുന്നു. And the reason that they came back, or the cost for their comeback, was to build back the city of Jerusalem. സെരുബാബേലിന്റെ കൂടെ വന്ന ഏകദേശം 50,000 പീപ്പിളിന്റെ ലിസ്റ്റാണ് 2ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. And in chapter 2 we can see the list of people that came with Zerubbabel. അവർ വന്ന് 3ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ പഠിച്ചപ്പോൾ അവർ വന്ന് ആദ്യമേ ആരാധന പുനഃസ്ഥാപിച്ചു. And in the 3rd chapter we see that they reinstated worship or sacrifices. They restored the worship. അവർ ആരാധന പുനഃസ്ഥാപിച്ചിട്ട് അവർ വന്ന ആ പർപ്പസിന്റെ അടിസ്ഥാനക്കല്ല് ആലയത്തിന് അടിസ്ഥാനക്കല്ലിടാനിടയായി തീർന്നു. And after reinstating worship, they laid the foundations for the temple. 4ാം അധ്യായത്തിൽ അന്നു മുതൽ ശത്രു അവർക്കെതിരെ സ്കീമുകൾ ഇറക്കാൻ തുടങ്ങി. And from chapter 4 onwards, the enemy started scheming against them. 4ാം അധ്യായത്തിൽ പഠിച്ചത് 7 വിധ ശത്രുവിന്റെ സ്ട്രാറ്റജികളാണ് പഠിക്കാനിടയായി. And we learned about 7 strategies of the enemies of Israel. അവസാനം പണി മുടങ്ങി. And the work came to an end, to a stop. എക്സാക്റ്റ് അറിയത്തില്ലെങ്കിൽ ഏകദേശം 18 വർഷത്തോളം ഈ പണി മുടങ്ങി കിടന്നു. And this work was paused for about 18 years. ആ സമയത്ത് 2 പ്രവാചകന്മാർ, യൗവനക്കാർ 2 പ്രവാചകന്മാർ എഴുന്നേറ്റു. And there rose 2 young prophets. അവരുടെ പേരുകളൊന്ന് പറയാമോ? What are the names of the 2 prophets? പ്രവാചകന്മാർ. എബൽ മോനെ പറയാമോ? അഗായി ആൻഡ് സക്കറിയാവ്. ഇവർ 2 യൗവനക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And we see that the two young prophets were Haggai and Zechariah. അവർ ഈ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ആലയം വീണ്ടും പണിയണം. And they said that you have to rebuild the temple of God. അവർ പറഞ്ഞ കാര്യങ്ങളാണ് 2 പ്രവചന പുസ്തകത്തിലായിട്ട് കൊടുത്തിരിക്കുന്നത്. And the things that they said is described in 2 prophetic books. ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ ലീഡർഷിപ്പ് നിൽക്കുന്നവർ സെരുബാബേലും യോശുവയും ഒക്കെ പണി അങ്ങോട്ട് ആരംഭിക്കാൻ തുടങ്ങി. And once they prophesied, the people in leadership started building the temple. നമ്മൾ 5ാം അധ്യായത്തിൽ പഠിച്ചത് ആ പണി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ 2 ഗവർണർമാർ വന്നു ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട്. And as the work was progressing, 2 governors came to the land to inquire about these things. ആ 2 ഗവർണർമാരുടെ പേര് പറയാമോ? 5ാം അധ്യായത്തിൽ പറഞ്ഞ 2 പേരുകൾ. Do you know who the governors are? യോശുവനെ പറയാമോ? 5ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, തത്നായി ആൻഡ് ബോഷനായി എന്ന് പറഞ്ഞ 2 ഗവർണർമാർ വന്നു. പക്ഷെ ദൈവം അതിനെ ടേൺ ചെയ്ത്, അന്നത്തെ മെസ്സേജ് എന്തായിരുന്നു? ദൈവം ടേൺ ചെയ്ത് നന്മയ്ക്കാക്കി ദൈവം തീർക്കാനിടയായി. So Tatnai and Ashar-Boshani came to this to inspect the temples. എന്നിട്ട് നമ്മൾ 6ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പഠിച്ചത് And in the final verses of chapter 6 we learned റീസ്റ്റാർട്ട് ചെയ്തതായ പണി 4 വർഷം കൊണ്ട് finish ചെയ്യാനിടയായി തീർന്നു. And they restarted building the temple, which was paused, and they finished off the building of the temple. നമ്മൾ പഠിച്ച സന്ദേശം ഇങ്ങനെയായിരുന്നു: നമ്മിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവന്റെ നാളോളം തികയ്ക്കും, തുടങ്ങിയവൻ തന്നെ
തീർക്കും എന്ന സന്ദേശം പഠിക്കാനിടയായി. And we learn about the message that the one who started the good work in us will help us finish it. വിശ്വാസമുള്ള ദൈവമക്കൾ പറഞ്ഞാട്ട് നമ്മിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ നാളോളം അത് തികയ്ക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതൊരു കൺവിക്ഷനാണ്. ദൈവം തീർക്കുന്ന കർത്താവാണ്, ഫിനിഷ് ചെയ്യുന്നവനാണ്. And can we also say with confidence that the one who started the good work in us will finish it? നമുക്ക് ഇന്ന് 6 അധ്യായത്തിന്റെ 16 മുതൽ 22 വരെ വാക്യങ്ങൾ ശാന്തമായി ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. And today I would like to move on to verse 16 of chapter 6, and I'd like to share a small message with you from ഞാൻ that തന്നെ portion. വായിക്കാൻ, നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ തന്നെ വായിക്കാൻ മോനത് മാറ്റി നൽകിയാൽ മതി. ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ അവർ പണിതതായ ആലയത്തിൻ്റെ എന്ത് ചെയ്തു? പ്രതിഷ്ഠ. They celebrate the dedication of God's house of the Lord. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രതിഷ്ഠ അവരെന്ത് ചെയ്തു? സെലിബ്രേറ്റ് ചെയ്തു. അതാണ് 15ാമത്തെ വാക്യം. And in verse 16 we see that the people who went into exile were returning and they were celebrating the dedication of the house of God. എന്നിട്ട് ആ പ്രതിഷ്ഠ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് മീറ്റിങ്ങിൽ അവർ കർത്താവിന് വേണ്ടി യാഗം കഴിക്കാൻ കൊണ്ടുവന്ന ആടുകളുടെയും ഒക്കെ ലിസ്റ്റാണ് 17ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. And in verse 17 we see the list of animals that were brought to sacrifice for that. 18ാമത്തെ വാക്യം നോക്കിക്കോളൂ. In verse 18, മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ യെരൂശലേമിലുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാരെ കൂറുകൂറായി ലേവ്യരെ തരം തരമായി നിർത്താനിടയായി. And they divided Levites as it was written in the book of Moses. എന്നിട്ട് 19, 20, 21 വാക്യങ്ങൾ, And in verses 19, 20 and 21, നീണ്ട വർഷങ്ങൾ മുടങ്ങിക്കിടന്ന പാസ് ഓവർ അവർ റീസ്റ്റോർ and ചെയ്യുകയാണ്. they restored the festival of Passover. പാസ് ഓവർ റീസ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന പ്രധാനമായ ഒരു പദം, And when they are restoring that celebration, what we see there is 20, 21 വാക്യങ്ങളിൽ 5 വിധ ആൾക്കാരുടെ പേരുകൾ പറഞ്ഞിട്ട് പറയുകയാണ്, അവരെല്ലാവരും ശുദ്ധീകരിച്ചു. സാന്റിഫൈഡ് ഓർ ക്ലെൻസിങ് എന്ന പദമാണ്. അവർ ശുദ്ധീകരിപ്പാനിടയായി തീർന്നു. And in verse 20 and 21 they've listed 5 different types of people, and they said they were sanctified or purified in that verses. പെസഹയ്ക്ക് വേണ്ടി അവരെ തന്നെ കഴുകി ശുദ്ധീകരിച്ചത്? And who purified themselves for the celebration of 20ാമത്തെ Passover? വാക്യത്തിൽ പുരോഹിതന്മാർ, Prophets, ലേവ്യർ. Levites, 20ന്റെ മിഡിലിൽ വരുമ്പോൾ എല്ലാവരും ശുദ്ധിയുള്ളവരായി തീർന്നു. and everybody was sanctified in that process. എന്നിട്ട് 21ാമത്തെ വാക്യം നോക്കിക്കോളൂ. And in verse 21, ഇസ്രായേൽ മക്കളും the people of Israel, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികൾ അശുദ്ധിയെ വെടിഞ്ഞു വന്നവർ, and the people who left behind the uncleanness of the Gentiles, അവർ പെസഹ ആചരിക്കാനിടയായി തീർന്നു. they started celebrating or observing Passover. അന്നത്തെ നിയമപ്രകാരം പെസഹയിൽ ഒരാൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, And according to the laws of the land, then if you have to be a part of അവർ Passover, ശുദ്ധിയുള്ളവരായിരിക്കണം. they should be clean. അത് ഇനി ജാതിയിൽ നിന്ന് വന്നവരാണെങ്കിലും ഇസ്രായേലുള്ളവരാണെങ്കിലും പുരോഹിതനാണെങ്കിലും ലേവ്യരാണെങ്കിലും everyone എന്ത് ചെയ്യണം? ശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. And no matter if you are one among the Israelites or someone who joined the Israelites from the Gentiles or prophets, be it anybody, you have to be purified. പെസഹയുടെ നിയമപ്രകാരം പെസഹയിലേക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് കൊടുത്തിരുന്ന പ്രമാണം 2 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, അവർ പരിച്ഛേദന എടുത്തിരിക്കണം. രണ്ടാമത്, അവർ അൺലീവൻ ബ്രെഡ് അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളതായി അവരതിനെ അറ്റൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. And the two rules given that while to attend Passover was they should be circumcised and they should have unleavened bread. There should be no leavening among them. നിങ്ങൾ പെസഹ എന്നുള്ള വിഷയം കാണുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. Passover can be seen in the books of Exodus chapter 12. ഒന്ന് ശാന്തമായി തുറന്നു വെച്ചേ. നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും തുറക്കണം കേട്ടോ. ഞാൻ പറയുന്നത് ക്ലാസ് ആയിട്ട് പഠിപ്പിക്കായതുകൊണ്ട് ഒരു ആവേശത്തോടെ പഠിച്ചു പോകുകയല്ലോ, നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പെസഹയുടെ അടുക്കലേക്ക് അവർ വന്നപ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? അവർ ശുദ്ധിയുള്ളവരായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. What we are learning here is that they were cleansed or they cleansed themselves when they came before the Passover. എന്താണ് പെസഹ എന്നുള്ളത് വിഷയം?
What is the festival of Passover? നിങ്ങൾക്കറിയാവുന്ന പറഞ്ഞ പെസഹ എന്താണ്? What is Passover? പെസഹ എന്താണ്? പെസഹയെ കുറിച്ച് അറിയാമോ? എന്താണ് പെസഹ? പാസ്ഓവർ 430 വർഷത്തെ അടിമത്തം തീർന്ന് സ്വാതന്ത്ര്യം വന്നതിന്റെ ആഘോഷമാണ് പെസഹ. Passover is the celebration of the people of Israel fleeing captivity after 430 നിങ്ങൾ years. 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In chapter 12 verse 2 we read, അവർ പറയും ഈ മാസം നിങ്ങൾക്ക് 1-ാമത്തെ മാസമായിരിക്കണം. this month shall be the beginning of months. ഈ മാസം 10-ാം തീയതി 1-ാം മാസം 10-ാം തീയതി On the 10th day of this month ഒരാടിനെ മാറ്റി കെട്ടണം. you have to separate a lamb. 14-ാം തീയതി ആകുമ്പോൾ On the 14th അതിനെ അറുക്കണം. you have to cut the lamb. എന്നിട്ട് അതിന്റെ രക്തം നിങ്ങൾ താമസിക്കുന്ന ഹോഷൻ ദേശത്തിൽ ഓരോ വീടിന്റെയും കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. And you have to apply the blood of the lamb at the doorposts and what are the posts? Doorpost of your houses. അങ്ങനെ പുരട്ടിയാൽ And if you do that, എന്താ സംഭവിക്കുന്നത്? what happens? കഴിഞ്ഞ സൺഡേ ഞാൻ അതിന്റെ വാക്കുകൾ പറഞ്ഞു. എന്താണ് അതുകൊണ്ട് കിട്ടുന്നത്? അവരുടെ മരണം മാറിപ്പോകും. And they shall be death shall flee them. അപ്പൊ പെസഹ കുഞ്ഞാടിനെ അറുത്ത് രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി കഴിയുമ്പോൾ സംഹാരകൻ വരും. അതിന്റെ മുൻപേ യഹോവയും വരും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, യഹോവ ആദ്യം ഇങ്ങനെ പോകും, അതിന്റെ പുറകെ ഡിസ്ട്രോയർ ഇങ്ങനെ പുറകിൽ പോകും. And if once they have applied the blood of Passover, when God comes in, followed by the destroyer, യഹോവ വരുമ്പോൾ എന്താ നോക്കുന്നറിയാമോ? what does God look at when he passes over? ഏതൊക്കെ വീട്ടിൽ ഈ രക്തഅടയാളമുണ്ട്? Whichever house the blood mark of the blood is present. രക്തഅടയാളമില്ലാത്ത വീട്ടിൽ സംഹാരകൻ കയറാൻ ഓർഡർ കൊടുക്കും. And he would order the destroyer to enter the houses without the blood sign. പെസഹ നമുക്ക് നൽകുന്ന ചിന്ത നമ്പർ 1. And the number one message that Passover gives us is മരണം മാറി പോകാനാണ് പെസഹ. it is to death. It is for death to Hello? flee us. ഹലോ, മരണം നീങ്ങാനാണ് പെസഹ. It is for death to flee from among us. നമ്മുടെ വീട്ടിലെ മരണം മാറാൻ പെസഹ. അന്ന് ഹോഷൻ ദേശത്തെ താമസിക്കുന്ന സകല ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ സ്വയം മക്കൾ ആരൊക്കെ ഇത് പുരട്ടിയിട്ടുണ്ടോ അവരുടെ വീട്ടിൽ മരണം മാറിപ്പോകും. And death would be avoided in the houses of the Israelites who had the sign of the blood. കൊരിന്ത്യർ ലേഖനത്തിൽ വാക്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നല്ലോ. കൊരിന്ത്യർ ലേഖനത്തിൽ വാക്യമുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാടോ അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പാസ്ഓവർ നമുക്ക് നൽകുന്ന സന്ദേശം കാലങ്ങൾക്ക് ശേഷം ഒരു യേശു തമ്പുരാൻ തൻ്റെ ജീവൻ അർപ്പിച്ച് നമ്മുടെ മരണത്തിന് മാറ്റം വരുത്തുന്നു എന്ന സന്ദേശമാണ് നമുക്കൂടെ പാസ്ഓവർ നൽകുന്നത്. And as a consequence that we can look at the death of Jesus Christ as our Passover and removed our death away. അപ്പം യേശുക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ മരണം മാറിപ്പോകുന്നു. And because of the death of Jesus Christ, death flees from us. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പാസ്ഓവറിനെ കുറിച്ച് ഒത്തിരി വിശദീകരിക്കാൻ പറയാനല്ലോ. ഇവർ പാസ്ഓവർ ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായി. And after they celebrated Passover, they were very happy. കുഞ്ഞുങ്ങളെ, ഈ പാസ്ഓവറിന്റെ എൻഡിലാണ് കർത്താവിന്റെ മേശ സ്ഥാപിച്ചത്. It was at the end of the Passover that Jesus set his table. പാസ്ഓവർ അല്ല കർത്താവിന്റെ മേശ. And Passover is not the table of the Lord. എന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയി എല്ലാ ഭാഷക്കാരും മനസ്സിലാക്കിയല്ലോ. പെസഹയല്ല ലോർഡ് സപ്പർ. Lord's Supper is not Passover, or Passover is not Lord's Supper. എന്നാൽ പാസ്ഓവറിന്റെ എൻഡിൽ കർത്താവ് സ്ഥാപിച്ചതാണ് കർത്താവിന്റെ മേശ. But God established the Holy Communion or his table at the end of Passover. പെസഹയ്ക്ക് 12 വിധ ചടങ്ങുകൾ ഭാഗങ്ങളുണ്ട്. There are 12 portions to the celebration of Passover. അതിന്റെ 12ാമത്തെ ഭാഗമായി പെസഹയുടെ 12ാമത്തെ ഭാഗമാണ് അവർ മഷികായ്ക്ക് വേണ്ടി ഒരു അപ്പം മാറ്റി വെക്കും. And on the 12th section is the part where they separate a bread for the Messiah. നിങ്ങൾ എന്നോടുണ്ടോ? ആ അപ്പം ആരെടുത്ത്? ലൂക്കോസ് 22-ാമത്തെ നാം പഠിക്കുമ്പോൾ അവസാനം മഷിക പെസഹയുടെ അവസാനം, പെസഹയുടെ അന്ന് പെസഹ ആചരിക്കാനാണല്ലോ അവർ ഒന്നിച്ചു കൂടിയത്. നിങ്ങൾ എന്നോടുണ്ടോ? ഹലോ, ഉണ്ടോ നിങ്ങളിലൂടെ?
പെസക ആചരിക്കാൻ കൂടിയിട്ട് കർത്താവ് പെസക ആചരിച്ചിട്ട് അവസാനം മശികായ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റിവെച്ച അപ്പത്തെ കർത്താവ് കരത്തിൽ ഉയർത്തിപ്പിടിച്ചു. And in Luke 22 we see that Jesus, after celebrating Passover, took the bread that was reserved for the Messiah and he took it upon himself. അപ്പം കർത്താവ് വാഴ്ത്തി നുറുക്കി അവരെ മുമ്പിൽ ഇരുന്ന പെസക കൂടാൻ വന്ന ശിഷ്യന്മാർക്ക് കൊടുത്തു. And he blessed it and broke it and gave it to his disciples. അന്ന് വരെ നസ്രായൻ ലോർഡ് സപ്പർ സ്ഥാപിക്കുന്നിടം വരെ ഈ യഹൂദന്മാർ പെസകയുടെ അവസാനം മശികായ്ക്ക് എന്ന് പറഞ്ഞ അപ്പം മാറ്റി വെക്കും. And until the Nazarene established the Lord's Supper, the Jews had a custom of separating a bread. എന്നാൽ കർത്താവ് ആ അപ്പം എടുത്ത് നുറുക്കി കർത്താവിന്റെ മേശ സ്ഥാപിച്ചതിന് ശേഷം യഹൂദന്മാർ അത് ആചരിച്ചു വന്നില്ല. അല്ലെങ്കിൽ യേശു വന്നെന്ന് വിശ്വസിച്ച യഹൂദന്മാർ അത് ആചരിച്ചിരുന്നില്ല. And since the Messianic Jews since then have not been separating a bread for the Lord. എന്നെ കേൾക്കുക. അപ്പം പെസകയുടെ എൻഡിൽ സ്ഥാപിച്ച കർത്താവിൻ്റെ മേശയോട് നമ്മൾ അടുത്തു വരുമ്പോഴും നമ്മളോടും ദൈവം പറയുന്ന പ്രമാണം എന്തറിയാമോ? everyone ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. And as we take the Holy Communion or the Lord's Supper, the message we are getting from it is we have to sanctify ourselves. അന്ന് അവരോട് കൊടുത്തതായ രണ്ട് പ്രമാണം എന്തൊക്കെയാണ്? പരിച്ഛേദന ഏൽക്കണം. ഒന്ന് നോക്കാമോ നിങ്ങൾ? എക്സോഡസ് 12 അധ്യായം Exodus 12 43 മുതൽ 51 വരെയാണ് ഓർഡിനൻസ് ഓഫ് ദ പാസ് ഓവർ എന്ന് കൊടുത്തിരിക്കുന്നത്. Verse 43 to 51 is called the ordinance of the Passover. അതിന്റെ താഴേക്ക് 44-45 വാക്യത്തിൽ വരുമ്പോൾ എവിടെയോ കൊടുത്തിട്ടുണ്ട് അവർ പരിച്ഛേദന ഏൽക്കണമെന്ന്. And after that in verse 44 somewhere it's written that they should be circumcised. 44 എന്നാൽ ദ്രവ്യം കൊടുത്ത് വാങ്ങിയ ദാസനാകട്ടെ ഇനി ഇസ്രായേൽ ആകട്ടെ ആരാണെങ്കിലും ഇത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിച്ഛേദനയേറ്റിരിക്കണം. Here it says every manservant or be it an Israelite, everybody should be circumcised to be a part of the Passover. 3 നോക്കിക്കേ, 13 നോക്കിക്കേ. And 13:3 we see. 13:7 കാണിക്കണം. 13:3 ആദ്യം കാണിച്ചേ. 13:3 13:3 എന്താണ്? അപ്പോൾ മോശെ എന്നോട് പറഞ്ഞത്, നിങ്ങൾ അടിമവിടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഈ ദിവസത്തെ ഓർത്തുകൊള്ളണം. യഹോവ ബലമുള്ള കൈ കൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് നിങ്ങൾ പുളിപ്പുള്ള അപ്പം തിന്നരുത്. And here the Lord says that you shouldn't eat unleavened bread on that day. അതിങ്ങനെ ആവർത്തിച്ച് പിന്നെയും പറയുന്നുണ്ട്. And it is repeated a few times. പെസഹയ്ക്ക് അടുത്ത് വരുമ്പോൾ പ്രധാനമായി ഓർക്കേണ്ട രണ്ട് കാര്യം ഒന്ന് പറയാമോ? ഒന്ന് പരിച്ഛേദന ഏൽക്കണം. The two important laws out of that, one is you have to be circumcised to come before the Passover. പുളിച്ച മാവ് ഉള്ള അപ്പം തിന്നരുത്. And you should not eat leavened bread. അത് ന്യൂ ടെസ്റ്റ്മെന്റിൽ എന്താ നമ്മളുമായിട്ട് ബന്ധം? And how does that connect to the New Testament concerning us? എല്ലാ ന്യൂ ടെസ്റ്റ്മെന്റിലെ പരിച്ഛേദനയെ കുറിച്ചും ആൻസർ ആ രണ്ട് പദങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകും. And what do you mean by circumcision in the New Testament? പരിച്ഛേദന എന്ന ന്യൂ ടെസ്റ്റ്മെന്റ് എന്താണ്? What is circumcision in the New Testament? വാക്യം വേഗത്തിൽ കാണിക്കുമോ? റോമാലേഖനം Romans 2 അധ്യായം 26-29 വാക്യങ്ങൾ. 26 to 29 please. റോമാലേഖനം 2:26-29. അഗ്രചർമ്മി ന്യായപ്രമാണ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലോ. വേഴ്സ് 27 വായിച്ച് കാണിച്ചേ. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരം പരിച്ഛേദനയുള്ള ന്യായപ്രമാണം ലംഘിയായി നിന്നെ അനുവദിക്കില്ല. ഓക്കെ, 29 കാണിച്ചേ, 29 കാണിച്ചേ. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. എന്താ പരിച്ഛേദന ന്യൂ ടെസ്റ്റ്മെന്റിൽ? അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. Here it says that one who is circumcised of the heart and in the spirit is the one who is circumcised. ഫിലിപ്പിയർ 3:3 കാണിച്ചേ. Philippians 3:3 please. ഫിലിപ്പിയർ 3:3 Philippians chapter 3 verse 3. നാമല്ലോ പരിച്ഛേദനക്കാർ, for we are the circumcised. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും we worship God in the spirit. ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും and rejoice in Jesus Christ. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പരിച്ഛേദനക്കാർ. and have no confidence in the flesh, and we are ആത്മാവിൽ ആരാധിക്കുന്നവർ പരിച്ഛേദനക്കാർ. people who worship in the spirit are the circumcised. ഗലാത്യ ലേഖനം 5 വാക്യം വായിച്ചേ. Galatians 5:6 please. 5:6
ക്രിസ്തയേശുവിൽ പരിച്ഛേദനയല്ല, For in Jesus Christ, neither circumcision, അഗ്രചർമ്മവുമില്ല, there's no uncircumcision, യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ്. but faith works through love. ഞാൻ ഒന്നിന്റെ വാക്യം വായിപ്പിക്കും, നിങ്ങൾ പിന്നെ വായിച്ചോണം. ഗലാത്യ ലേഖനം 6:15 നോക്കി. ഇതേ ഗലാത്യ ലേഖനം 6:15. Galatians 6:15, please. പരിച്ഛേദനയിലെ അഗ്രചർമ്മമില്ല, പിന്നെന്താണ്? പുതിയ സൃഷ്ടി അത്രേ കാര്യം. For in Jesus Christ there is no circumcised or uncircumcised, but a new creature. അപ്പം ന്യൂ ടെസ്റ്റ്മെന്റിലെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ, so the circumcision in the New Testament ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ജഡത്തിലെ ഒരു സ്കിൻ കട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിൽ, and if Old Testament is a physical term for it, പുതിയ നിയമത്തിലെ പരിച്ഛേദന ഹൃദയത്തിന്റെ മാറ്റമാണ്. and in the New Testament it is a transformation of the heart. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റമാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. It is the change that happens in our heart to worship and love God. That is what circumcision is in the New Testament. അതുകൊണ്ട് പെസഹയുടെ അവസാനം കർത്താവ് സ്ഥാപിച്ച ലോർഡ് സപ്പർ ഇവിടെ നടത്തുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, വീണ്ടും ജനം പ്രാപിച്ചവരായിരിക്കണം, സ്നാനപ്പെട്ടവരായിരിക്കണം, കർത്താവിനെ ഫോളോ ചെയ്യുന്ന. കാരണം പരിച്ഛേദന ഏൽക്കാത്തവർ ആരും പെസഹയെ പോകരുത്. ന്യൂ ടെസ്റ്റ്മെന്റിലെ വീണ്ടും ജനം പ്രാപിക്കാത്ത ആരും കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കരുത്. That is the reason why I repeat and remind everybody that when we say come to the Lord's Supper, you have to be saved, you have to be baptized, and you have to be cleansed. അപ്പം പെസഹയ്ക്ക് കൊടുത്ത രണ്ട് പ്രമാണം പറഞ്ഞ ജെറീമോനെ, പെസഹയ്ക്ക് കൊടുത്ത രണ്ട് പ്രമാണം പറഞ്ഞ, ഒന്ന് പരിച്ഛേദന. What were the two laws given? One was circumcision. രണ്ട് പുളിപ്പുള്ള അപ്പം. എന്താണ് പുതിയ നിയമത്തിലെ പുളിപ്പുള്ള അപ്പം? Second is do not eat leavened bread. ഒന്ന് നോക്കൂ നിങ്ങൾ, 1 കൊരിന്ത്യർ 5-ാം അധ്യായം 1 Corinthians 5, 6, 7, 8 വാക്യങ്ങൾ. 6, 7, and 8. 1 കൊരിന്ത്യർ 1 Corinthians chapter 5 verse 6, 7, 8. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളി മാവ് പിണ്ടത്തെ മുഴുവൻ, മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Your glorifying is not good. Do you know not that little leaven leavens the whole lump? 7. Verse 7. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം be that you be unleavened, പുതിയ പിണ്ഡമാകേണ്ടതിന്, to become a new lump, പഴയ പുളിമാവിനെ നീക്കി കളയണം. remove the old leaven. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. Our Passover lamb is sacrificed, Jesus Christ. ആകയാൽ Therefore, നാം us, പഴയ പുളിമാവ് കൊണ്ടല്ല, not of the unleavened bread, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല. ക്ലിയറായി പുള്ളി പറയുകയാണ്, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ നമ്മൾ ഉത്സവമായി. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റിലെ പുളിപ്പെന്ന് പറയുന്നത് പാപത്തെയാണ് കാണിക്കുന്നത്. So here we can see the leavening in the New Testament shows sin. അപ്പോൾ നിങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. I am going to stop at that. എപ്പോഴും കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പോൾ, കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. But we have to remember when we come to the Lord's Supper, we have to be mindful of two things. ഒന്ന് പരിച്ഛേദന, ഹൃദയ പരിച്ഛേദന ഏറ്റെടുക്കണം, വീണ്ടും ജനം പ്രാപിച്ചിരിക്കണം. First, we should be circumcised in our heart. ഞാൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ നിങ്ങൾ കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് അത് പഠിക്കാം. പരിച്ഛേദന ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പണ്ട്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പരിച്ഛേദന നിങ്ങൾ ഏറ്റിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കണം എന്നാണ് പരിശുദ്ധം പറയുന്നത്. Circumcised in heart, or you should be saved. അവർക്ക് മാത്രമേ കർത്താവിന്റെ മേശയിലേക്ക് അടുത്ത് വരാൻ പറ്റുകയുള്ളൂ. Only they can approach the Lord's table. രണ്ടാമത്, അവരെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുളിപ്പ് പാപം ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആജ്ഞാപിക്കുകയാണ്. Second is that any leavening or sin should be removed from us. ഇനി നമ്മൾ എസ്രാ പുസ്തകത്തിലേക്ക് മടങ്ങി വന്നേ. And we come back to the book of Ezra. 20-21 വാക്യം, 6-20-21 വാക്യങ്ങളിൽ 6:21 and 22. അവരെല്ലാവരും ഈ ശുദ്ധീകരിക്കപ്പെട്ട് പെസഹ എടുത്തു. And they cleansed themselves, or purified themselves, sanctified themselves, and were a part of Passover. 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 22-ാം verse 22. 22-ാം വാക്യം കേട്ടെ. അവര് ശുദ്ധീകരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആ 22-ന്റെ ആദ്യത്തെ വാക്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. യഹോവ അവരെ എന്ത് ചെയ്തു? I'd like to present the first portion of verse 22. The Lord gave them joy.
യഹോവ അവരെ സന്തോഷിപ്പിക്കാൻ രണ്ട് കാര്യം അവർ ചെയ്തത്. The Lord gave them joy in two ways. ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ കിങ്ങിന്റെ ഹൃദയത്തെ അവർക്ക് എന്ത് ചെയ്തു? അപ്പം ഒന്ന്, അവരവരെ തന്നെ ശുദ്ധീകരിച്ചു. ഞാൻ ഇങ്ങനെ പറയാം, അടി മുതൽ പാദം വരെ, പുരോഹിതൻ മുതൽ താഴെ സാമാന്യ ജനം വരെ ശുദ്ധീകരിച്ച് പെസക എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ എന്ത് ചെയ്തു? ദൈവം ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇവരെ എന്ത് ചെയ്യണം? സന്തോഷത്തിൽ കൊണ്ടുവരണം. And as they took the Passover, or they were a part of the Passover, each and every one of them, after being cleansed, God wanted to give them joy. നിങ്ങൾ 1:28 പഠിക്കണം. അശൂർ രാജാക്കന്മാർ ഇസ്രായേലിന്റെ നേരെ എന്നും ശത്രുക്കളായിരുന്നു. In other portions we can see that the king of Assyrians were always enemies of Israel. ഹിസ്കിയാവിന്റെ കാലത്ത് അശൂർ തൻ്റെ സൈന്യവുമായി യുദ്ധത്തിന് വരുമ്പോൾ ആദ്യം ഹിസ്കിയാവിന്റെ ജനത്തിന് ഒരിക്കൽ കൊണ്ടുവന്ന് ഇവനൊരു സംസാരിക്കുന്നു. And in the book of Ezekiel we can see the dialogue that happens between the Israelites and the Assyrians. എനിക്ക് തോന്നുന്നു ജോസ്റ്റാൻ അങ്ങാണ്ട് ഇവിടെ പണ്ട് ഹിസ്കിയാവിനെ കുറിച്ച് പ്രസംഗിച്ചത് എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. എന്തുവാ അതിനകത്തൊരു പദമുണ്ടല്ലോ, മാംസഭുജങ്ങൾ ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു പദം ഇല്ലേ, 28-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഈ ഹിസ്കിയാവിൻ്റെ ഒരിക്കൽ അശൂറിൻ്റെ ആൾക്കാർ വന്ന് പറയുകയാണ്, ഇന്നു വരെ എന്നെങ്കിലും അശൂറിൻ്റെ കയ്യിൽ നിന്ന് നിന്റെ ജനത്തെ ഏതെങ്കിലും ദൈവം വിടുവിച്ചിട്ടുണ്ടോ? ഈ ഹിസ്കിയാവ് എന്തോ നിന്നെ ഞങ്ങളെ പറഞ്ഞ് കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞൊരു പദങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. And we can see the dialogue in which the people, the soldiers from Assyria were trying to discourage the people of Israel. പക്ഷേ ഹിസ്കിയ രാജാവ് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഒറ്റ ദൂതൻ ആ പാളയത്തിൽ ഇറങ്ങി. നിങ്ങൾക്ക് സംഭവം അറിയാമോ? ഞാൻ വായിപ്പിക്കണോ? ഒറ്റ ദൂതൻ ഇറങ്ങി അശൂർ പാളയം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് ദൈവം വിടുതൽ കൊടുക്കുന്നതായി കാണുന്നുണ്ട്. And there we see that Ezekiel cried before the Lord, and the Lord sent an angel and destroyed the entire encampment of the enemy. ചരിത്രം പഠിച്ചാൽ അശൂർ രാജാക്കന്മാർ ഒരിക്കലും ഇസ്രായേലിന് അനുകൂലമായി നിന്നിട്ടില്ല. And if we study the history, we will never see that the king of Assyrians were not against the people of Israel. ഒന്നുകൂടെ തിയോളജിക്കലും ആൻഡ് ഹിസ്റ്റോറിക്കലും ഞാൻ നോട്ട് എഴുതി വെച്ചത് ഞാൻ പഠിക്കാനും ഇരുന്നപ്പോൾ നോട്ടിൽ വെച്ചത് ഇങ്ങനെയാണ്. ഞാൻ വായിച്ച് മനസ്സിലായത്, അശൂർ രാജാക്കന്മാർ എന്നും ഈ ഭക്തന്മാർക്കെതിരെ നിന്നിട്ടുള്ളൂ. And the kings of Assyria were always against the people of Israel. പക്ഷേ എൻ്റെ ദൈവം ചെയ്ത കാര്യം മറക്കണമോ? But here what the Lord does is, എത്ര അധികാരമുള്ള രാജാക്കന്മാരാണെങ്കിലും, no matter how much authority the king has, എൻ്റെ ജനം വചനപ്രകാരം പെസഹ ആചരിച്ചപ്പോൾ, when the people of Israel cleansed themselves and took part of എൻ്റെ ജനത്തെ സന്തോഷിപ്പിക്കാൻ ദൈവം ചെയ്ത കാര്യം അസാധ്യമായെന്ന് അവർക്ക് തോന്നുന്നതിനെ ദൈവം സാധ്യമാക്കി കൊടുത്തു. The Lord made what was impossible for them possible to give them joy in their hearts. അവിടെ ഇപ്പൊ ഇവരുടെ സിറ്റുവേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവരുടെ സിറ്റുവേഷൻ എന്താ? ഇവരുടെ സിറ്റുവേഷൻ, ആലയം വർഷങ്ങൾ മുടങ്ങിക്കിടന്നു, ആലയം പണിതു, ആലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി, പെസഹ പുനഃസ്ഥാപിച്ചു. ഇവര് ഭയങ്കര സന്തോഷത്തിലാണ് ഇവർ. And now they were happy because they were working on the temple. The work of the temple was finished. They had their Passover. നിങ്ങൾ എന്നോട് നിന്നേ പ്ലീസ്, ദയവായി ശ്രദ്ധിച്ച് നിങ്ങൾ സൂമിലുള്ള ദൈവങ്ങൾക്ക് ശ്രദ്ധിച്ച് ഒന്നുകൂടി നിങ്ങൾ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ അവിടെ പോവുകയാണ്, ആ സിനാരിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. We're going into that scenario. അവിടെ ഒരു പുതിയ ചർച്ചാണ്. It is a new temple there. അവിടെ വർഷങ്ങൾ മുടങ്ങിക്കിടന്നു. It was all broken and cancelled for a long time. രാജാക്കന്മാർ മുഴുവൻ അവർക്കെതിരായിരുന്നു. And the kings were against them. ദൈവം ഒന്നൊന്നായിട്ട് അവർക്ക് അനുകൂലമാക്കി കൊടുത്തു. And God turned the kings towards them. പ്രാർത്ഥിക്കുന്ന ചില യൗവനക്കാർ അവിടെ നിന്ന് പ്രവചിച്ച് പ്രാർത്ഥിച്ചു കൂടെ നിന്നു. And the young prophets prophesied and prayed with them. വർഷങ്ങൾ മുടങ്ങിക്കിടന്ന ആരാധനയും പെസഹയും പുനഃസ്ഥാപിച്ചു. And the worship and Passover were reinstated. ഇവർ ഭയങ്കര സന്തോഷം. And they were very glad. സന്തോഷം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? സാധാരണ ബൈബിൾ പ്രകാരം വാക്യം പറയാമോ? What do you do when you're glad? സന്തോഷം വരുമ്പോൾ സന്തോഷമുള്ളവർ ഹഗ്ഗായി പാടി പാട്ടാണ് സങ്കീർത്തൻ 126. ഈ സമയത്ത് ഇവിടെ വെച്ച് ഹഗ്ഗായി പാടിയ പാട്ടാണ് സംഘം 126. ഞാൻ അതിലൊന്ന് വായിച്ച് ഇവിടെ നിർത്താൻ പോകുക. Psalms 26 ഹഗ്ഗായി പാടിയ പാട്ടാണ്. Psalms 126 Psalms 126 is the song of Haggai from this portion. ഞാൻ ഇവിടെ
പാസ് ഓവർ പുനഃസ്ഥാപിക്കപ്പെട്ടു. The Passover was reinstated in this portion. ദൈവം അവരെ സന്തോഷിപ്പിക്കാൻ ദൈവം ചെയ്ത കാര്യം അന്നത്തെ രാജാക്കന്മാർ ദൈവർക്ക് വേണ്ടി അനുകൂലമാക്കി കൊടുത്തു. And God gladdened their hearts by turning the kings towards them. They are enjoying, they are celebrating. അവർ ഭയങ്കര സന്തോഷം. And they are celebrating. അഗായി എന്ന പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട്, അഗായി ആണല്ലോ അവിടെ പ്രവചിക്കുകയും പാട്ട് പാടിയൊക്കെ ചെയ്യുന്നത്, അഗായി അവിടെ നിന്നൊരു പാട്ടൊക്കെ പാടുകയാണ്. And Haggai starts to sing standing there. എന്താണ് പാട്ട്? വായിച്ചേ, ഒന്നാമത്തെ വാക്യം വായിച്ചേ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണോ? നിങ്ങൾ എന്നോടുണ്ടോ? അല്ലേ? ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ കോരേശിൻ്റെ വിളംബരം വന്നപ്പോൾ ഇവരിങ്ങോട്ട് പ്രവാസത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങി. ഇപ്പം എത്ര വർഷമായി ഇത്? 18 കൊല്ലം പണി മുടങ്ങി കിടന്നു. കുറേ വർഷം കൂട്ടിക്കോ, 14 വർഷമായെന്ന് വെച്ചോ. 40 വർഷത്തിന് മുമ്പ് അവർ ഇറങ്ങി വന്നപ്പോൾ അഗായി പറയുകയാണ്, ഞങ്ങൾ സ്വപ്നം കാണുന്നതിലെ പോലെ ആയിരുന്നു. Here Haggai says that when we left came back to the captivity from Zion to Zion, we were like one who dreamed. രണ്ടാം വാക്യം പാട്ടാണ്, ഇത് പാട്ട് പാടുകയാണ്. അന്ന് ഞങ്ങളുടെ വായിൽ അന്ന് എന്നത് മനസ്സിലായി നിങ്ങൾക്ക്? ഈ എത്ര മനസ്സിലായില്ല നിങ്ങൾക്ക്? ചോദിച്ചേ. And did you not understand the context of this song? ഇവർ 50,000 പേർ ആത്മാവിൽ ഇളക്കപ്പെട്ട 50,000 പേർ ഇറങ്ങി വരുന്ന രംഗമായി പറയുന്നത്. അന്നു ഞങ്ങളുടെ വായിൽ ചിരി, ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. And then when they came back to Israel, their mouths was filled with laughter and our tongue with singing. അന്ന് ഞങ്ങളുടെ ചുറ്റുപാടുള്ള ജാതികൾ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേ. The Lord has done great things for them. അവർക്കു വേണ്ടി ദൈവം വൻകാര്യം ചെയ്തിരിക്കുന്നു എന്ന് ജാതികൾ പറഞ്ഞു. And the heathen among them said that the Lord has done great things for them. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാനുണ്ടല്ലോ. And if God does something in our lives, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്താൽ, if God does something in our lives, നമ്മുടെ ചുറ്റുപാടുള്ളവർ പറയും അവരെ മധ്യ ദൈവം ഉണ്ടെന്ന് പറയും. The people amongst us will say that God is with them. തടസ്സങ്ങൾ വരട്ടെന്നേ, there might be obstacles, പ്രതികൂലങ്ങൾ വരട്ടെന്നേ, there might be tribulations, പക്ഷേ അതിന്റെ നടുവിൽ ദൈവം ഒരു കാര്യം ചെയ്താലുണ്ടല്ലോ, നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്ന കാണുമ്പോ ജാതികൾ പറയും എന്തെന്നറിയാമോ? The Lord has done great things for them. അവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. But among that, when God does something for us, the heathen among us would say that God has done great things for us. അഗായി 40 മിനിമം, എനിക്ക് എക്സാക്ട് എണ്ണ എനിക്ക് കണക്കൂടാൻ പറ്റുന്നില്ല, ഏകദേശം ഒരു 40ഓളം വർഷത്തെ പുറകോട്ട് നോക്കിയിട്ട് അഗായി പറയുകയാണ്, ഞങ്ങളുടെ വായിൽ അന്ന് ചെരിയുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, ആർപ്പുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞു യഹോവ വൻ കാര്യം ചെയ്തിരിക്കുന്നു എന്ന്. And Haggai, looking back about 40 years, he's saying that we were laughing, we were singing, and the people said that the Lord is with us. നീ മൂന്നാം വാക്യം നോക്കിയേ. Verse 3. മൂന്നാം വാക്യം. ഈ പദം പറയുന്നത് നമ്മൾ വായിച്ച 6-ാമത്തെ 22-ാമത്തെ വാക്യത്തിന് അവിടെ നിന്നാണ് പറയുന്നത്. ഈ വാക്യം പറയുന്നത്, and this verse is said at Ezra chapter 6 is verse 22. യഹോവ ഞങ്ങളിൽ അന്ന് ജാതി പറഞ്ഞു വൻ കാര്യം ചെയ്തിരിക്കുന്നെന്ന്. അന്ന് ജാതി പറഞ്ഞു. Then 40 years ago the heathen said the Lord has done great things. ഇന്ന് ഇവർ പറയാണ്, ആരാ? ആലയത്തിന് മുമ്പിൽ പാസ് ഓവറൊക്കെ നടത്തി ദൈവം അവരെ സന്തോഷിപ്പിക്കാൻ നിർത്തിയപ്പോൾ പറയുകയാണ്, ഞങ്ങളിൽ യഹോവ, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. And now the people of Israel and Haggai are saying that the Lord has done great things for us. ഹല്ലേലൂയ. യഹോവ എന്നോട് ചേർന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായില്ല എന്നോട് ചേർന്ന് എൻ്റെ വിശ്വാസത്തിലൊക്കെ ഒന്ന് പറഞ്ഞേ, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ചെയ്യുമെന്നല്ല പറഞ്ഞേ, ചെയ്തിരിക്കുന്നു. ചേർന്ന് പറഞ്ഞാട്ട്, യഹോവ ഞങ്ങളിൽ the Lord has done great things for us. ഞങ്ങളിൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുമെന്നല്ല ചെയ്തിരിക്കുന്നു. The Lord has done great things for us, not that he will do but has done. അതുകൊണ്ട് ഞങ്ങൾ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും വൻ കാര്യം ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യം വല്ലതും ചെയ്തോന്ന്? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യം വല്ലതും ചെയ്തു? പരിശുദ്ധാത്മ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടിട്ട് ചോദിക്കുന്നു, കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ല കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഗ്രേറ്റ് തിങ്സ് വല്ല ഞാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് സ്മാൾ തിങ്സ് അല്ല ഞാൻ ചോദിക്കുന്നത്, ഗ്രേറ്റ് തിങ്സ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സെലിബ്രേറ്റ്, നമ്മൾ സന്തോഷിക്കണം. ഇന്ന് രാത്രിയിൽ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ വന്നിരുന്ന് ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം എന്നെ സന്തോഷിപ്പിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തെ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. Hallelujah. Hallelujah.
അപ്പം ഈ ഹഗായി അന്നേരം പാടുക എവിടെ ഇരുന്നാ പാടുന്നത്? And where is Haggai എസ്രായുടെ singing പുസ്തകം this? 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുകയാണ് യഹോവ അവരെ സന്തോഷിപ്പിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഉറക്ക ഹഗായി പാടുകയാണ്. And in that psalm, Haggai is singing from this portion. പക്ഷേ ഞാൻ അടുത്ത സങ്കീർത്തനത്തിൽ അടുത്ത ഭാഗം കൂടെ ഒന്ന് പറയേണ്ട ആവശ്യമായതുകൊണ്ട് ഞാൻ ഒരു വാക്കിൽ അത് മിസിയോളജിക്കൽ ഒരു കാര്യമാണ്. എങ്കിലും 4-ാമത്തെ വാക്യം നോക്കിക്കേ നിങ്ങൾ. And verse 4 of the psalm. നിൽസൻ 3-ാമത്തെ വാക്യം ഒന്നുകൂടെ കാണിച്ചേ മോനെ. 3-ാം വാക്യത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലായോ? നിങ്ങൾ എന്നോട് ഉണ്ടോ? പ്ലീസ് ഉണ്ടോ? എന്താണ്? അവരെ ആലയം പണി കഴിഞ്ഞു പറഞ്ഞ മക്കളെ. The building of the temple was completed. പാസ് ഓവർ റീസ്റ്റോർ ചെയ്തു. The Passover restored. അന്നത്തെ അശൂർ കിങ്ങിനെ അവർക്ക് അനുകൂലമാക്കി. And the king of Assyria was turned towards them. കർത്താവ് അവരെ സന്തോഷിപ്പിക്കുകയാണ്. And God is making them glad. അവർ പാട്ടുപാടി സന്തോഷിക്കുക. And they were singing and rejoicing. അപ്പം കുറേ വർഷമായി 50,000 പേരുമായിട്ട് വന്ന് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. They came out of captivity with 50,000 men, and they were doing these അവർ things. കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുകയാണ്. And they were worshiping God. അവർ സന്തോഷിക്കുകയാണ്. They were rejoicing. സന്തോഷിക്കുമ്പോൾ പറഞ്ഞ പദം എന്താണ്? യഹോവ ഞങ്ങൾക്ക് വൻ കാര്യങ്ങൾ And ചെയ്തിരിക്കുന്നു. when they were rejoicing, they are saying that the Lord has done great things for us. ഞാൻ എത്ര പറഞ്ഞാലും സന്തോഷിക്കാതെയും സ്വത്രം പറയാതിരിക്കുന്ന നിങ്ങൾ ഇരിക്കുന്നത് പോലെ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി പെട്ടെന്ന് 3-ാമത്തെ വാക്യം 4-ാമത്തെ ഇടയിൽ ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ്. And in verse 4 there was a sudden silence. സൈലന്റ് ആയ ഉടനെ സൈലന്റ് ആകാൻ കാരണം they are thinking അവരുടെ ബാക്കി ആൾക്കാരുടെ കിടക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുക. And the silence is because they were thinking about the rest of the people in captivity. ഉടനെ ഹഗ്ഗായിയോട് സെക്കര്യാ പറഞ്ഞാണ്, ഞാൻ ചുമ്മാ അങ്ങ് പറയുക കേട്ടോ, അടുത്ത് നിൽക്കുന്ന സെക്കര്യാവായിരിക്കും. സെക്കര്യാവ് യോശുവ പറയാണ്, നിർത്ത് എൻ്റെ ചാട്ടമൊക്കെ നിർത്തിക്കേ, ഇത്രയും തുള്ളണ്ട. കാര്യം 4-ാം വാക്യം, കാര്യം പറഞ്ഞേ. 4-ാം വാക്യം മോനെ, 4-ാം വാക്യം പറഞ്ഞു പെട്ടെന്ന് കാണിക്കും. യഹോവേ ഞങ്ങളുടെ ബാക്കി പ്രവാസികൾ ഇപ്പോഴും still they are in the captivity, right? And in verse 4 Haggai is saying that Lord, our people are still in captivity. അവരെയും കൂടെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? He's asking God to return the people in captivity. എത്ര പേർക്ക്? ഞാൻ അന്ന് തെക്കേ നാടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞോണ്ടില്ലേ എങ്ങനെ ആ തോടിൽ വരുന്നതും, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ആലങ്കാരിക പദം അവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ആലങ്കാരിക കമ്പാരിസൺ, ഒരു മെറ്റഫോഴ്സ് പദം. എന്താ അത്? തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളെ പ്രവാസികളെ മടക്കി വരുത്തണേ. അതിന് കേട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? നീ 2 നോട്ടം കേട്ടായിരിക്കും, വീട്ടിലും കേട്ട് കാണും, മിണ്ടാതിരിക്കുക. കേട്ടോണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ വിശദീകരിക്കാം. ഒരു വാക്യം പറഞ്ഞാൽ തെക്കേ നാട്ടെന്ന് പറഞ്ഞാൽ നെഹവെന്ന് അവിടെ കൊടുത്തു. നെഹവെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ തെക്കേ നാട്ടിലെ ആ നാട്ടിൽ പിന്നെ താഴ്വരകളും കുന്നുകളും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. And there were lots of hills and valleys in that land. അപ്പം അവിടുത്തെ എന്നെ തെക്കേ നാട്ടിലാണല്ലോ കെട്ടിച്ചത്, അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ സ്ട്രീം തരണമെന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു പെൺകൊച്ച് ചോദിച്ച കാര്യം ഓർമ്മയുണ്ടോ? എവിടെ അറിയാമോ? നമ്മുടെ ചർച്ചിലുള്ളൊരു കൊച്ചിൻ്റെ പേരാ അക്സ ചോദിച്ചായിരുന്നു. പണ്ട് അക്സ ചോദിച്ചതാ, എന്നെ തെക്കേ നാട്ടിലെല്ലയോ കെട്ടിച്ച് വിട്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ സ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഭാഗമുണ്ട്. അപ്പം തെക്കേ നാട്ടിൻ്റെ പ്രത്യേകത വരൾച്ച. നെഗവെന്ന വാക്കിൻ്റെ അർത്ഥം ഡ്രൈ പ്ലേസ് ആണ്. And Neheb is a very dry place. ആ ഡ്രൈ പ്ലേസിൽ തോടുകൾ എപ്പോഴും ഡ്രൈ ആയി വറ്റിക്കിടക്കും. And the streams are dry in that land. പക്ഷേ ഒരു മഴ പെയ്യുമ്പോൾ, ഒരു സിംഗിൾ മഴ പെയ്യുമ്പോൾ, but within a single rain, അവിടുത്തെ വെള്ളം ഒഴുകിപ്പോകാൻ ഈ സ്ഥലമില്ലാത്തത് കൊണ്ട്, since there is no place for the waters to flow, അവിടുത്തെ തോട് ഒറ്റ രാത്രി കൊണ്ടങ്ങ് നിറയും. The streams fill. നിങ്ങൾ എന്നോടുണ്ടല്ലോ, ഒരൊറ്റ മഴ ഒറ്റ രാത്രിയിൽ ഇത് നിറഞ്ഞങ്ങ് കവിഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ കുത്തി ഒഴുകി ഇറങ്ങി വരുന്നതായി കാണും. And the streams fill and flow violently after a single rain. അതാണ് ഈ ഹഗ്ഗായിയുടെ മനസ്സിൽ കിടക്കുന്നത്. ആ പിക്ചർ കിടന്നിട്ട് പറയാണ്, തെക്കേ നാട്ടിലെ തോടിൻ്റെ സ്വഭാവം അറിയാലോ എന്ന് പറഞ്ഞാൽ, ഒരൊറ്റ മഴ പെയ്യുമ്പോൾ കണ്ണടച്ച് തുറക്കുന്നത് പോലെ വെള്ളം ഒഴുകി വരുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം നിങ്ങൾ? മടക്കി വരുന്നത്. And Haggai is comparing the release of his people to the streams. ഞാൻ നിങ്ങളോട് പറയാം, എത്ര ഡ്രൈ ആണെങ്കിലും, let me tell you, no matter how dry it is, ഒരൊറ്റ മഴ മതി. You need only one rain. ഒരൊറ്റ മഴ മതി. You need only one rain. ഒരാത്മാവിൻ്റെ ഒരു മഴ.
You need a rain in spirit. നമ്മുടെ ഫൈനാൻഷ്യൽ മണ്ഡലം ഡ്രൈ ആണെങ്കിൽ, If our financial situation നമ്മുടെ is സ്പിരിച്വൽ ഡ്രൈ ആണെങ്കിൽ, if our spiritual realms are dry, നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം ഡ്രൈ ആയി കിടക്കുന്നെങ്കിൽ, if our educational sectors are ഏത് dry, തലത്തിലും ഡ്രൈ ആണ് നെഹവിനെ പോലെ കിടക്കുന്നെങ്കിൽ, അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു മഴ പെയ്ത ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കും. no matter what is dry, if there is an outpouring of the Holy Spirit, it will flow like the streams of Nab. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവത്തോട്? കർത്താവേ, ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളെ കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ മേൽ മഴ പെയ്യിക്കണമേ. ഇന്ന് രാത്രി എൻ്റെ മേൽ മഴ പെയ്യിക്കണമേ. ഇന്ന് രാത്രി എൻ്റെ ഡ്രൈ പ്ലേസിനെ നനയ്ക്കണമേ. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിലേക്ക് ആത്മാവിന് ഒഴുക്കുണ്ടാക്കണമേ. ദൈവമക്കളെ എന്നെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി പരിശുദ്ധമായതിനോട് അങ്ങനെ പറയുന്നു, ഡ്രൈ ആയി കിടക്കുന്നതിന്റെ മേൽ ഒരു ആത്മാവിന്റെ മഴ. ദൈവത്തിനോട് ഇന്ന് രാത്രി പ്രതികരിച്ചാട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഈ രാത്രി വെളിപ്പെടട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു. ഉപയോഗശൂന്യമായി കിടക്കുന്ന സൗത്തിലെ റിവറുകൾ ഒരൊറ്റ മഴ കൊണ്ട് ദൈവം ചെയ്യും. Oh Jesus. The dry streams of the south will be filled within one rain. ഹഗായി അത് കണ്ടിട്ട് പറയുകയാണ്. And Haggai seeing that says, കർത്താവേ, നീ ഞങ്ങളുടെ കുറച്ച് പേര് ബാക്കി ഇവിടെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രവാസത്തിൽ മടങ്ങി വന്നവരാ. We have all returned from captivity, my dear. നമ്മുടെ പ്രവാസം എവിടെയായിരുന്നു പറയാമോ? കൊലോസ്യർ 1:8 വാക്യങ്ങളാ. അന്ധകാരത്തിലും പിശാചിന്റെ അടിമത്ത് നമ്മൾ കിടന്നു. We were under the captivity of the devil. കർത്താവ് ചിലരെ ഉപയോഗിച്ചു. കോരേശിനെ അവർക്ക് ഉപയോഗിച്ചതുപോലെ ദൈവം ചിലരെ ഉപയോഗിച്ചു. And God used some to deliver us. നമ്മളെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. And he brought us out of the darkness. നമ്മുടെ നാവിൽ സന്തോഷം നൽകി. And he gave gladness in our hearts. നമ്മൾ പറയുന്നു, വൻ കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്യുന്നു, ആരാധിക്കുന്നു. He's done great things for us. ആത്മാവിൽ ആരാധിക്കുമ്പോൾ, and when we worship him in ആത്മീയ സന്തോഷം നിങ്ങൾ അനുഭവിക്കുമ്പോൾ, and as you're experiencing that gladness in you, ഇടയ്ക്കെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. you have to pray this കർത്താവേ, prayer. ഞങ്ങളുടെ കുറച്ച് പേര് പ്രവാസത്തിൽ നിന്നും കിടപ്പുണ്ട്. God, some of our people are still in captivity. അവരെ നീ വേഗത്തിൽ മടക്കി വരുത്തണമേ. Please release them. ഞങ്ങൾക്ക് ഒന്നിച്ച് പാസ് ഓവർ എടുക്കണം. Lord, we want to be a part of the ഞങ്ങൾക്ക് ഒന്നിച്ച് സെരുബാബേൽ നേതൃത്വത്തിൽ പറഞ്ഞ ആലയത്തിൽ ആരാധിക്കണം. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാട്ട് കർത്താവേ, ഞങ്ങൾ പണിയാൻ പോകുന്ന ഞങ്ങളുടെ ആലയത്തിനകത്ത് ഞങ്ങളുടെ കൂട്ടുകാർ വേണം, ഞങ്ങളുടെ കുടുംബക്കാർ വേണം. ഞങ്ങളുടെ ഈ ആലയത്തിൽ ഒന്നിച്ച് കത്ത് മേശ എടുക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ചിലരെ വേണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമൊക്കെ തയ്യാറാകണം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത സംഘത്തിൽ അടുത്ത വാക്യം ഇങ്ങനെ ഞാൻ വായിച്ച് നിർത്തിയ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തു കൊണ്ടുവരുന്നു. കണ്ണുനീരോടെ കരയാൻ തയ്യാറുണ്ടെങ്കിൽ പ്രവാസ നാളിനെ തരാൻ ദൈവം തയ്യാറാണെന്നാണ് പറഞ്ഞേ. കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഒരു മിസിയോളജിക്കൽ വീക്ഷണത്തിൽ പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിശ്വാസത്താൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കരഞ്ഞുകൊണ്ട് വിതയ്ക്കാൻ തയ്യാർ. വിതയ്ക്കുന്ന എന്താ? വചനം വിതയ്ക്കണം. വചനം കണ്ണുനീരുകൊണ്ട് വിതയ്ക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആർപ്പോടൊരു കൊയ്ത്തുണ്ട്. ചില വർഷങ്ങൾ കഴിയട്ടെ, ചില മണിക്കൂറുകൾ കഴിയട്ടെ, ചില മാസം കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ ആര് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ കറ്റ ചുമന്നുകൊണ്ട് ഇറങ്ങി വരും കേട്ടോ. നിങ്ങൾ ആര് കരഞ്ഞുകൊണ്ട് വിത്ത് വിതച്ചിട്ടുണ്ടോ അവർ തന്നെ കറ്റ കൊയ്യുമെന്ന് ഇന്ന് രാത്രി ആത്മാവിനെ പറയുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ ഈ ആലയത്തിൽ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ദിവദാസൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ഒരു ദൈവശബ്ദം കേൾക്കണം, ആരെങ്കിലും എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചെങ്കിൽ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് കൊണ്ട് പല ദിവദാസന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. അതിനുശേഷം ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വീണ്ടും ഈ ചർച്ചിനകത്ത് വന്ന് ഇവിടെ മുട്ടുമടക്കി സ്തോത്രം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പകൽ വിളിച്ചു ഒരു ദിവദാസൻ തിരിച്ചു വിളിച്ചു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, സന്തോഷേ,
നീ കാലിൽ നീ കരഞ്ഞുകൊണ്ട് വിതച്ചാൽ നീ കറ്റ ചുമക്കും, നീ തന്നെ ചുമക്കും, നാട്ടുകാർ ചുമക്കത്തില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങോട്ട് പറയാം, നിങ്ങൾ കരഞ്ഞുകൊണ്ട് വിതച്ച വിഷയത്തിൽ നാട്ടുകാർ കൊയ്തെടുക്കാനല്ല ദൈവം നിങ്ങളെ കൊണ്ട് കരയിപ്പിച്ചത് കേട്ടോ. നിന്റെ കുടുംബത്തിനകത്ത് ഒരാൾ രക്ഷിക്കപ്പെടാൻ എത്ര നാളുകളാണ് നീ കരയുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, നീ കരഞ്ഞ വിഷയത്തിന് നിന്റെ കണ്ണുകൊണ്ട് തന്നെ മറുപടി തരാ ദൈവശക്തനാന്ന് ഞാൻ പറഞ്ഞ എന്റെ കൂടെ ചേർന്നെത്തവർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയും. ഈ വെള്ളിയാഴ്ച രാത്രി പരിശുദ്ധാത്മാ